ഏഷ്യ പസഫിക് മേഖലകളിൽ നിന്നുള്ള ഐക്യരാഷ്ട്രസഭയുടെ മികച്ച പൊതുജന സേവനത്തിനുള്ള പുരസ്കാരത്തിന് അർഹമായ ജനസമ്പർക്ക പരിപാടി കാറ്റഗറി 1-ൽ 1-ാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത്. ജൂൺ 24-ലാണ് യുഎന്റെ പൊതുസമ്മേളനം ബഹ്റൈൻ നാഷണൽ തിയേറ്ററിൽ വെച്ച് തുടക്കം കുറിച്ചത്. ആദ്യത്തെയും അവസാനത്തെയും ദിവസം നാഷണൽ തിയേറ്ററിലും 2-3 ദിവസങ്ങളിൽ ഇന്റർനാഷണൽ സർക്യൂട്ടിലുമാണ് പരിപാടികൾ നടന്നത്. 5 വിഭാഗങ്ങളിൽ ആയാണ് യുഎൻ പുരസ്കാരങ്ങൾ നൽകിയത്. അഴിമതി തടയലും പൊതുസേവനവും മുൻനിർത്തി ലഭിക്കുന്ന പുരസ്കാരത്തിലാണ് ഇന്ത്യ ഉൾപ്പെട്ടത്. യുഎന്റെ ഇത്തവണത്തെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ കരസ്ഥമാക്കിയത് കൊറിയ ആയിരുന്നു. ഇന്ത്യക്ക് ഇത്തവണ 3 അവാർഡുകൾ ആണ് ഉണ്ടായിരുന്നത്. For Asia and the Pacific, the first place winner is the Chief Minister's Office, Kerala State of India, for the initiative Mass Contract Program. I invite the delegation from India to proceed to the stage. Let's give them a warm welcome, please. Chenzo. വൈകിട്ട് ബഹ്റൈൻ സമയം 5:30 യുഎൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് വിഭാഗം അണ്ടർ സെക്രട്ടറി വു ഹോംബോയിൽ നിന്നും മുഖ്യമന്ത്രി പുരസ്കാരം ഏറ്റുവാങ്ങിയത്.
80 രാജ്യങ്ങളിലെ പ്രതിനിധികളെ സാക്ഷിയാക്കി കേരളത്തിന്റെ പരമ്പരാഗത വേഷത്തിലാണ് അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികളായ വിൻസെന്റ് അക്കാവെ, പീറ്റർ ഗ്രോമാൻ, ബഹ്റൈൻ ഉപപ്രധാനമന്ത്രിയും IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ സുപ്രീം കമ്മിറ്റി ചെയർമാനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുബാറക് അൽ ഖലീഫ, വിദേശകാര്യമന്ത്രി ഖാലിദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ, ബഹ്റൈൻ പാർലമെന്റ് സ്പീക്കർ ഖലീഫ അഡ്രാനി, കേരള പ്രവാസികാര്യമന്ത്രി KC ജോസഫ്, പത്മശ്രീ MA യൂസഫ് അലി, കോൺഗ്രസ് നേതാക്കളായ തലക്കുന്നിൽ ബഷീർ, മന്നാർ അബ്ദുൽ ലത്തീഫ്, N സുബ്രഹ്മണ്യൻ, T സിദ്ദീഖ്, P മോഹൻരാജ്, KC അബു, ജമാൽ മണക്കാട്, T പ്രശാന്ത്, ജെയിംസ് കോഡൽ, രാജു കല്ലുംപുറം, മറ്റ് GCC രാജ്യങ്ങളിലെ OSCE ഭാരവാഹികളും മുഖ്യമന്ത്രിയുടെ കുടുംബവും ചടങ്ങിൽ സംബന്ധിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഓഫീസിന് ലഭിച്ച അംഗീകാരമാണ്. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പരാതികളും പരിഭവവും നേരിട്ട് കേട്ട് പരിഹാരം കണ്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മലയാളിയുടെ പേര് ലോകത്തിന് നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോൾ ലഭിച്ച പുരസ്കാരം ഇന്ത്യക്കും കേരളത്തിനും ലഭിച്ച അംഗീകാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെന്നും ഭരണാധികാരികളും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിന് ജനസമ്പർക്ക പരിപാടി കാരണമായെന്നും വരുന്ന ഓഗസ്റ്റ് 12-ന് ജനസമ്പർക്ക പരിപാടിയുടെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും പുരസ്കാര സ്വീകരണത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. 24 മണിക്കൂർ വരെ കാത്തിരിക്കാതെ പരാതി ബോധിപ്പിക്കാനുള്ള ഹൈടെക് സംവിധാനം ആയിരിക്കും ഓഗസ്റ്റ് 12 മുതൽ ഏർപ്പെടുത്തുന്നതെന്നും ഓൺലൈനായി പരാതി സ്വീകരിച്ചതിനു ശേഷം പരിഹാരം കാണുകയും നേരിട്ട് പരാതിക്കാരെ കാണാനുള്ള അവസരമൊരുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇനി മുതൽ നടപ്പിലാക്കുക. 5,50,000 പരാതികളാണ് ഇതുവരെ ലഭിച്ചതെന്നും ഇതിൽ പരിഹരിക്കപ്പെടാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾക്ക് നിയമപരിഹാരമുണ്ടാക്കാൻ 46 ഗവൺമെന്റ് ഉത്തരവുകൾ ഇറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലഭിച്ച അവാർഡ് കേരളത്തിനുള്ള വലിയ അംഗീകാരമാണ്. കേരളത്തിലെ ജനസമ്പർക്ക പരിപാടി, ആ പരിപാടി ജനങ്ങൾ ഏറ്റെടുത്ത ഒരു വലിയ സംരംഭം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു രാഷ്ട്രത്തലവനുള്ള ബഹുമതിയും ആദരവുമാണ് ബഹ്റൈൻ ഗവൺമെൻറ് കൊടുത്തത്. മലയാളികളോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന അവരുടെ അനുഭവ സമീപനത്തിന് വളരെയേറെ നന്ദി കേരള ഗവൺമെൻറ്റിനുണ്ട്. തീർച്ചയായും ശക്തമായി മുമ്പോട്ട് പോകാനും വിവാദങ്ങളെ അവഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കേരളത്തിന് വികസനം മുമ്പോട്ട് പോകാൻ ഈ അവാർഡ് ഗവൺമെൻറ് വളരെയേറെ കരുത്തു പകരുന്നതിന് കരുതുകയാണ്.